ഇതാണ് നമ്മൾ ഇരുമ്പിലങ്ങാടി പള്ളി അല്ലേ? പള്ളിയിൽ അവിടെ നിന്ന് തുടക്കം കുറിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇന്നത്തെ ദിവസം വെള്ളം കയറിയിട്ട് ഇവിടുന്നാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ മഴ ഇവിടുത്തെ മഴ എല്ലാ രാജ്യം കേട്ടോ, വെരി ഡേഞ്ചറാണ്. നമുക്കൊരു വീഡിയോ എടുത്താൽ പ്രദേശത്ത് രാവിലെ മുതൽ തന്നെ പുഴയിൽ നല്ല വെള്ളം കയറി. അവിടെ സ്റ്റേഡിയത്തിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന റോഡിൻ്റെ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ റോഡിൽ ഇപ്പോൾ ഇത് വാരത്തപ്പടി മങ്കേർ റോഡാണ്. ഈ വാരത്തപ്പടി മങ്കേർ റോഡിൽ രാവിലെ വൈകുന്നേരം വരെ, അതായത് ഒരു 3 മണി വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 3:30-ക്ക് ശേഷമാണ് ഈ വാരത്തപ്പടി മങ്കേർ റോഡിൽ ഇത്തരത്തിലുള്ള വെള്ളം കയറലും അത് കുറഞ്ഞ സമയങ്ങൾക്കുള്ളിലാണ് അല്ലേ? കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ ഓരോ സെക്കൻഡുകളിൽ എവിടെയാണ് പോയ ജനങ്ങൾ, ജോലിക്ക് പോയ സ്ത്രീകൾ, കുട്ടികൾ അടക്കമുള്ള ഫാമിലികൾ, അവരൊക്കെ നിങ്ങൾ എങ്ങനെ അങ്ങോട്ട് എത്തിച്ചത്? എങ്ങനെയാണ് വീട്ടിലേക്ക്? അതിന് ഞാൻ മറുപടി പറയട്ടെ. അപ്പോൾ ഈ വെള്ളം കയറാതെ അറിയാതെയാണ് ഒരുപാട് പേര് ജോലിക്ക് പോയിട്ട് തിരിച്ചെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട്, വീട്ടിൽ തത്തവില്ല. അപ്പോൾ ഞങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ കുറേ ആളുകളെ ഞങ്ങൾ കൈപിടിച്ച് ഈ പാടത്തിന് അപ്പുറത്തേക്കാണ്. ഈ ഞാനിവിടെ വന്നപ്പോൾ ഷൈജു ഇരുമ്പിളിയം ഒരുപാട് നേരമായി ഷൈജു ഇരുമ്പിളിയം ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വിടുന്നു. അതുപോലെ ബൈക്കുകൾ തള്ളി ഒരു 8-10 ബൈക്ക് അദ്ദേഹം ഇവിടുന്ന് ആ വാരത്തപ്പടി ജംഗ്ഷൻ അതാ വരുന്നു ഷൈജു. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇത്രയ്ക്ക് വെള്ളമുണ്ട്. ബൈക്ക് വേണമെങ്കിൽ തള്ളിയിട്ടാണ് അത്രയ്ക്ക് വെള്ളം പോയോട്ടെ. അപ്പം നടന്നു അവിടെ ചെക്കന്മാരുണ്ട്, ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും സ്ഥിതിഗതികൾ വിലയിരുത്തിയത് അതിനിടയ്ക്കാണ് നേതൃത്വം വഹിച്ച ഷൈജീരുമ്പത്തെ കുറിച്ച് വളരെ സന്തോഷം. പിന്നെ ഇവിടുത്തെ കടകളുടെ ഇവിടെ കുന്നത്ത് ക്യാമ്പ് സ്റ്റോറിൽ എല്ലാ സാധനവും ഉണ്ട്. 2 ദിവസത്തേക്ക് വട്ടപ്പറമ്പ് ജനങ്ങളെ കാണിക്കാനുള്ള ആവശ്യമില്ല. ഒന്നും ഒരു ഭയപ്പെടണ്ട, എല്ലാവർക്കും ഒരു പ്രശ്നമില്ല. അവിടെ കടയിൽ എല്ലാ സാധനങ്ങളും ഇരുമ്പിളി അങ്ങാടിയിലെ കടകൾ മൊത്തം അടച്ചിട്ടുണ്ട്. കാരണം അവിടെ ബുദ്ധിമുട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാ കടകളും അടച്ചിട്ടുണ്ട്. ഇപ്പോൾ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നത് വാരത്തപ്പടി, വട്ടപ്പറമ്പ് ആ പ്രദേശത്താണ്. ഇപ്പോൾ വെള്ളം തുടക്കം മുതൽ നിങ്ങളോടുള്ള ആളുകളാണ്. ഞാനും ഷാരാണോ അതോ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്? വെള്ളം ഓരോ സെക്കൻഡിലും കൂടിക്കൂടി വരും. നമ്മൾ ആദ്യം മുട്ടിന് ഉണ്ടായിരുന്നില്ല, അപ്പോൾ മുട്ടോളം വെള്ളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോയി വെള്ളത്തിലാണ്. വളരെയധികം നന്ദി മിസ്റ്റർ ഷൈജീരുമ്പളിയും രക്ഷാപ്രവർത്തനം അതേപോലെ നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും. ക്യാമറാമാൻ സാദിഖിനോടൊപ്പം രാജീവ് വട്ടപ്പറമ്പിൽ, അബു മാമ്പറ്റ, ഷൈജു ഇരുമ്പളി. ഓക്കെ, താങ്ക് യു.